everyone, welcome to Kids Area Online. Class 1 ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നോ? ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? യെസ്, അപ്പോൾ ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂം വഴിയാണ് ക്ലാസ്സസ് നൽകുന്നത്. ട്യൂഷൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിസൺ ആൻഡ് ഡു. ടീച്ചർ ക്ലാസ്സിൽ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവും. ആ സ്റ്റോറി അനുസരിച്ച് കളർ കൊടുക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സ്കൈ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൈയുടെ കളർ എന്തായിരുന്നു എന്നുള്ളതാണ്. സ്കൈയുടെ കളർ കൊടുത്തായിരുന്നോ? ബ്ലൂ കൊടുത്തായിരുന്നോ? യെസ്. ഡ്രോ 3 mangoes ഓൺ ദ ട്രീ ആൻഡ് കളർ ഇറ്റ് യെല്ലോ. ഈ മാംഗോ ട്രീയിൽ 3 മാംഗോ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് യെല്ലോ കളറും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോ എ പാരറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ആൻഡ് കളർ ഇറ്റ്. ഒരു പാരറ്റ് ട്രീയിൽ വരയ്ക്കുക, എന്നിട്ട് അതിന് ഗ്രീൻ കളർ കൊടുക്കുക. എ കാർ ഈസ് ഓൺ ദ റോഡ്, കളർ ഇറ്റ് റെഡ്. ഈ കാറിന് റെഡ് കളർ കൊടുക്കുക. ഇതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി, ഐഡന്റിഫൈ ദ ക്യാരക്ടേഴ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഓൺ ദ ബലൂൺസ്. നമ്മൾ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന യൂണിറ്റിൽ പഠിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിലുള്ള ആൾക്കാർ ആരൊക്കെയാണോ അവരുടെ പേര് ഇതിൽ നിന്ന് കണ്ടെത്തി ഈ ബലൂണിൽ എഴുതുക. ബസ്, ബസ് ഉണ്ട്. കാർ, കാർ നമ്മൾ പഠിച്ചു. വേറെ ആരുണ്ട്? മങ്കി ഇല്ലായിരുന്നോ? മങ്കി ഉണ്ടായിരുന്നു. കൗ ഉണ്ടായിരുന്നല്ലോ, ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ. യെസ്, കൗ ഉണ്ടായിരുന്നു. പോലീസ് ഓഫീസർ ഇല്ലായിരുന്നോ? ബേയോ? യെസ്, പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാഠത്തിൽ പഠിച്ച ആൾക്കാരുടെ പേര് നമ്മൾ കണ്ടെത്തി ഇവിടെ എഴുതുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റി, ഹൂ ഈസ് ഹൈഡിങ്? ജോയിൻ ദ ഡോട്ട്സ്, കളർ ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇത് ജോയിൻ ചെയ്യണം, ഇതുപോലെ ജോയിൻ ചെയ്യണം. എന്നിട്ട് അത് കളർ കൊടുക്കുകയും വേണം. കളർ നൽകിയ ശേഷം സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ബസ്സിന് എന്ത് നിറമായിരുന്നു? ബ്ലൂ കളർ ആയിരുന്നു. ബ്ലൂ കളർ കൊടുത്തോ? യെസ്. ഇനി ഇതിൽ നിന്ന് സെന്റൻസ് ഉണ്ടാക്കുക. ഇത്രയും വാക്കുകൾ ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കുക. ഐ ആം എ, ഞാൻ ആരാണ്? ബസ്. ഐ ആം എ ബസ്. ഇനി എന്ത് പറയാം? ദ ബസ് ഈസ് ബിഗ്. നിങ്ങൾ പഠിച്ചിട്ടുള്ള സെന്റൻസിനാണ് ബിഗ്. ദ ബസ് ഈസ് ബിഗ്. അല്ലെങ്കിൽ ഐ ആം ബിഗ് എന്ന് നമുക്ക് പറയാം. ഐ ആം ബിഗ് എന്ന് എഴുതിയാലും ശരിയാണ് കേട്ടോ. ഇനി ഏത് നിറത്തിലുള്ള ബസ് ആയിരുന്നു? ബ്ലൂ അല്ലേ? എ ബ്ലൂ ബസ്. എ ബ്ലൂ ബസ്. ഇനി ഒരു സെന്റൻസ് ഉണ്ടാക്കണം. ഹോങ് ഹോങ് ബസ്. ഹോങ് ഹോങ് ബസ്. The bus is on the bus. എവിടെയാണ് പോടുന്നേ? റോഡ്. The bus is on the road. അപ്പോൾ ഇതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി, എ റൈറ്റ്, കംപ്ലീറ്റ് ദ ഡയലോഗ്. ഇവിടെ മങ്കി ബസ്സിനോട് പറയുന്ന കാര്യങ്ങളാണ്. 5 വാക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ 5 വാക്കുകളും ഇതിൽ ഫില്ല് ചെയ്യാം. 1 2 3 4 5. ഓക്കെ. സ്റ്റോപ്പ്, ഡു നോട്ട് ഗോ, റിപ്പീറ്റ്, സോറി, ഫാസ്റ്റ്, ഓക്കെ, താങ്ക് യു. ഡു നോട്ട് ഗോ ഫാസ്റ്റ്. സ്റ്റോപ്പ്, ഡു നോട്ട് ഗോ ഫാസ്റ്റ്. വേഗത്തിൽ പോകരുത്. അപ്പോൾ ബസ് എന്ത് പറയും? ഐ ആം സോറി. ഐ ആം സോറി. ഡു നോട്ട് എന്ത് ചെയ്യരുത്? വീണ്ടും ആവർത്തിക്കരുത്. റിപ്പീറ്റ്. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ ബസ് എന്ത് പറയും? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇങ്ങനെയാണ് നാലാമത്തെ ക്വസ്റ്റ്യനിൽ എഴുതാണ്ടായിരുന്നത്. ഫാസ്റ്റ്, സോറി, റിപ്പീറ്റ്, ഓക്കെ, താങ്ക് യു. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഫ്രണ്ട്സ് ഓൺ ദ റോഡ്. Add more lines to the rhyme and color the picture. Jeep. ജീപ്പിന് ബ്ലാക്ക് കളറാണ്. അപ്പോൾ here comes a jeep. black jeep. toot jeep. The jeep is on the road. ഇതിന് എന്ത് കളർ കൊടുക്കണം? ജീപ്പിന് ബ്ലാക്ക് കളർ നൽകണമായിരുന്നു. അടുത്ത ബസ്. here comes a bus. blue bus. honk bus. The bus is on the road. ബസ്സിന് ഏത് കളർ കൊടുക്കണമായിരുന്നു? ബ്ലൂ. നെക്സ്റ്റ് ആരാണ്? റെഡ് കാർ. റെഡ് കാറാണ്. അപ്പോൾ റെഡ് കളർ കൊടുക്കുകയും വേണം, വരികൾ എഴുതുകയും വേണം. ഇവിടെ ബ്ലൂ ബസ്. അപ്പോൾ ഇവിടെ റെഡ് കാർ. ഹോങ് ബസ്. toot കാർ. ദ ബസ് ഈസ് ഓൺ ദ റോഡ്. ദ കാർ ഈസ് ഓൺ ദ റോഡ്. ഓക്കെ. അപ്പോൾ ഇതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഇന്നത്തെ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവർക്കും എക്സാം ഈസി ആയിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. Okay children, bye bye. Thank you.